കർണാടക നിയമസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ബി.ജെ.പി. എം.എൽ.എമാർക്കെതിരായ നടപടി പിൻവലിച്ചിരിക്കുകയാണ്. 18 എം.എൽ.എമാരുടെ സസ്പെൻഷനാണ് ഇപ്പോൾ പിൻവലിച്ചത്. ബി.ജെ.പി. എം.എൽ.എമാർ സഭയിൽ ബഹളം വയ്ക്കുകയും സ്പീക്കറുടെ കസേരയിലേക്കൊക്കെ പേപ്പർ എറിയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്തത്. കെ.ബി. ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, എത്ര ദിവസം ഉണ്ടായിരുന്നു സസ്പെൻഷൻ? ആര്യ, കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന്റെ ഇടയിലാണ് ഈ കർണാടക നിയമസഭാ നാടകീയ രംഗങ്ങൾക്കൊക്കെ വേദിയായത്. സ്വതവേ വലിയ പ്രതിപക്ഷ പ്രതിഷേധമൊന്നും കർണാടക നിയമസഭയിൽ ഉണ്ടാവാറില്ല. പക്ഷേ സിദ്ധരാമയ്യ സർക്കാരിനെതിരെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങൾ, മൂഡ സ്കാം ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം സഭയിലുണ്ടായി. ഇതിനിടയിലാണ് സ്പീക്കറുടെ ചേംബറിലേക്ക് ബി.ജെ.പി. അംഗങ്ങൾ തള്ളിക്കയറാനൊക്കെ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെയറിലേക്ക് ഇവർ കടലാസൊക്കെ കീറി എറിയുകയും ചെയ്തു. ഇത് സഭാ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് കണ്ടാണ് സ്പീക്കർ യു.ടി. ഖാദർ 18 ബി.ജെ.പി. എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് 3 മാസം പിന്നിട്ടിരിക്കുന്നു. അതിനൊടുവിലാണ് നേരത്തെ തന്നെ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ട് എം.എൽ.എമാരുടെ സസ്പെൻഷൻ നടപടിയിൽ വിശദീകരണമൊക്കെ സ്പീക്കറോട് തേടിയിരുന്നു. ഏതായാലും ഇപ്പോൾ അതിന് പിന്നാലെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ആർ അശോകയും സിദ്ധരാമയ്യയും സ്പീക്കറും ചേർന്നിട്ടുള്ള ഒരു യോഗം ചേർന്നിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഈ 18 എം.എൽ.എമാരെയും തിരിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള നടപടി പിൻവലിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്.